തകർച്ചയിലേക്ക് നീങ്ങി തുടങ്ങിയ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിന്റെയും താമസക്കാരുടെയും ദുരവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ. ഒരു വർഷം മുൻപ് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഫ്ളാറ്റിന്റെ തകരാർ പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. നടപടി ഉണ്ടാകാത്തതിനാൽ 140 കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ് സൂചിപ്പിച്ചതുപോലെയാണ് അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ കല്ലുത്താൻ കടവ് ഫ്ളാറ്റിന്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന കാരണം. സ്വാഭാവികമായും അഴിമതി ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ വർഷം മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. അവിടെ ഒരു 7ാം നിലയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ കൊച്ചുകുഞ്ഞിന്റെ തൊട്ടിലിനരികിലേക്കാണ് മേൽക്കൂര അടർന്നു വീണത്. കുഞ്ഞ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. മഴയായാൽ വെള്ളം ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. ഇനി ഒരു പെരുമഴക്കാലം വരികയാണ്. ഇപ്പോൾ തന്നെ നല്ല മഴയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച ഈ ഫ്ളാറ്റിന്റെ കാര്യത്തിൽ കോർപ്പറേഷൻ ഇപ്പോൾ ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, ഈ മഴ ശക്തമായതോടെ തന്നെ കോഴിക്കോട് കല്ലുത്താൻ കടവിലെ ഈ കുടുംബങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കോഴിക്കോട് കല്ലുത്താൻ കടവ് കോളനി നിവാസികളുടെ ആ ഒരു ദുരിത ജീവിതത്തിന് ഒരു പരിഹാരം എന്ന തലത്തിലാണ് 2019 നവംബറിൽ ഇത്തരത്തിൽ ഈ കല്ലുത്താൻ കടവിലേക്ക് ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്നത്. ഏകദേശം 12 കോടിയോളം രൂപ ചെലവേക്കായിരുന്നു ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണം. 140 കുടുംബങ്ങൾക്ക് 7 നിലകളായി കെട്ടിടം ഒരുക്കുക എന്നായിരുന്നു പദ്ധതിയുടെ ഒരു സ്വഭാവം. അത് മാത്രമല്ല, ഈ തുടക്കത്തിൽ 2 മുറികളടങ്ങുന്ന ഒരു ഫ്ളാറ്റ് എന്നായിരുന്നു പദ്ധതിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ പദ്ധതി പൂർത്തിയായപ്പോൾ ഈ 2 മുറിയിൽ നിന്ന് മാറി ഒറ്റ മുറി ഫ്ളാറ്റ് എന്ന തരത്തിലേക്ക് മാറി. അന്ന് തന്നെ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ ഈ 2019 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും, അതായത് ഏകദേശം 3-4 വർഷങ്ങൾ പിന്നിടുമ്പോൾ പോലും ഈ ഫ്ളാറ്റിന്റെ ബലക്ഷയം മൂലം ആളുകളുടെ ജീവൻ ഭീഷണിയായി തുടങ്ങിയെന്നുള്ള വളരെ ഗൗരവകരമായ ഒരു വാർത്തകളാണ് കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. ഈ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫ്ളാറ്റുകൾ, പ്രത്യേകിച്ച് ഈ 6-7 നിലകളുള്ള ഫ്ളാറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ ബലക്ഷയമായി കാണുന്ന നിരന്തരം വരുന്ന വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഇത്തരത്തിൽ മഴ ശക്തമായതോടെ തന്നെ ഈ 7ാം നിലയിലെ തന്നെ ഈ സീലിങ്ങുകൾ അടർന്നു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ ജൻ TV നേരിട്ട് പോയി ആ വാർത്ത ചെയ്തിരുന്നു. ആ കുടുംബം നമ്മളോട് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാക്കാം. കാരണം അവർ പറയുന്നത് ഈ കുട്ടികളടക്കം കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ സീലിങ്ങുകൾ അടർന്നു വീഴുന്നത് ഭാഗ്യത്തിന് താൽക്കാലികമായി മാത്രമാണ് അത്തരത്തിൽ രക്ഷപ്പെട്ടത്. എന്ത് വിശേഷമാണ് താങ്കൾ ഇവിടെ കിടന്നുറങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഒന്നിനും സാധിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് 2 സെന്റ് ഭൂമി തന്ന് താങ്കളെ മാറ്റിപ്പാർപ്പിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറാവണമെന്നുള്ള ഒരു ആവശ്യവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ഈ ഒരു ദിവസത്തെ മാത്രം കാര്യമല്ല. കഴിഞ്ഞ വർഷമടക്കം ഇത്രയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കുട്ടികളെ അടക്കം ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതകൾ ആളുകളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് അത്തരത്തിൽ NIT സംഘമടക്കം അവിടെ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ ഫ്ളാറ്റിന്റെ പ്രശ്നമായി സംബന്ധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കോർപ്പറേഷനോട് നിരവധി തവണ ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. മാത്രമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ബലക്ഷയങ്ങൾ തീർക്കണമെന്നുള്ള ഒരു ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതെല്ലാം അത്തരത്തിലുള്ള ഉത്തരവുകളും അത്തരത്തിലുള്ള നടപടികളെല്ലാം എവിടെ പോയി എന്നുള്ള ചോദ്യം തന്നെ ഇപ്പോഴും ബാക്കിയാവുന്നത്. നമുക്കറിയാം, മഴക്കാലം ആരംഭിച്ചിട്ടില്ല. മഴ തുടങ്ങി പെയ്തതോടു കൂടി തന്നെ അത്തരത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഫ്ളാറ്റിന്റെ ഭിത്തികളിലെല്ലാം വിള്ളലുകൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. സീലിങ്ങുകൾ വീണ്ടും അടർന്നു വീഴുന്ന സാഹചര്യത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ലാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല, ഈ ഫ്ളാറ്റിന്റെ മെയിൻ്റനൻസ് ഫീസായിട്ട് ഈ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു നിശ്ചിത തുക, ചെറിയ തുക ഇവർ പിരിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ അറ്റകുറ്റപ്പണികളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഫ്ളാറ്റിലെ താമസക്കാർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നത് നൂറുകണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം പരിഹാരം കാണുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഫ്ളാറ്റിന്റെ ബലക്ഷമായി ബന്ധപ്പെട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നീങ്ങി അവിടെ താമസിക്കുന്ന താമസക്കാരുടെ ജീവൻ സുരക്ഷ നൽകേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയങ്ങളിൽ നിന്നും ഉയർന്ന ആവശ്യവും. ലക്ഷ്മി.